ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു നാദിറ മെഹറിൻസ് വ്ലോഗ്. എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല എങ്കിൽ പോലും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ എൻ്റെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ ജാൻമണി, ജിൻഡോ, ഗബ്രി ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പേഴ്സണലി മെസ്സേജ് അയച്ചു, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു മുൻ കണ്ടസ്റ്റന്റ് എന്ന രീതിയിലും ഒരു ട്രാൻസ്ജെൻഡർ റെപ്രസെൻറ്റേഷനായിട്ട് ഇപ്പോൾ കുറച്ച് ആ വീട്ടിൽ നിലനിന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിലും നാദിറയുടെ അഭിപ്രായം പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുമായിട്ട് സംബന്ധിച്ചൊരു വിഷയം സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ രാവിലെ ഗബ്രിയും ജിൻഡോയും ഈ ഒരു ടാസ്കിനിടയിൽ വീലെ ഡ്രാമ അല്ലെങ്കിൽ ഫേക്ക് എന്ന രീതിയിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും അത് ജാൻമണിയാണ് പറഞ്ഞത്. അപ്പോൾ ജാൻമണി പറഞ്ഞപ്പോൾ ജാൻമണി കുറച്ചധികം റിയാക്ട് ചെയ്തു. അപ്പോൾ റിയാക്ട് ചെയ്യുന്നതിൽ കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകളിൽ നാദിറയുടെ എൻ്റെ ഒരു അഭിപ്രായം, ഒരു നിലപാട് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. ഒന്നാമത്തെ കേസ്, ഈ പറഞ്ഞ ജാൻമണി അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം എന്നുള്ളത് ഗബ്രി തന്നെ കൊണ്ട് അണ്ടർവെയർ കഴുകിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്റെ തുണി കൊണ്ട് പറഞ്ഞാൽ മതി. അവന് കറക്റ്റ് എന്റെ അണ്ടർവെയർ പറഞ്ഞു. ക്യാമറ കേട്ടിട്ടുണ്ടോ? എന്റെ അനിയൻ രണ്ടെണ്ണം കേട്ടിട്ടുണ്ടോ? ഓൾസോ സീയിങ് ദീസ് തിങ്സ് ആർ ഐ ഹാവ് ലിറ്റിൽ നാണോ ഇല്ല എനിക്ക്. എന്റെ ഫ്രണ്ട്സ് മൊത്തം സെലിബ്രേറ്റ് പോലെ ഈ കാണുന്ന ഒരു ഷോ ആണ്. എനിക്ക് നാണോ ഇല്ലേ? ജാനുക്ക് ഒരു അണ്ടർവെയർ വാഷ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ മോഹൻലാലിന്റെ മുമ്പിൽ വെച്ച് അവൻ അണ്ടർവെയറിന്റെ കാര്യം പറഞ്ഞപ്പോ മോഹൻലാലോട് അവന്റെ പേരിൽ അണ്ടർവെയർ ഗബ്രി എന്ന് പറയാൻ തുടങ്ങുന്നു. അവരെപ്പോഴും ഈ കാര്യം പറയും, എടുത്ത് പറയുന്ന ഒരാളാണ്. അത്ര അവൻ എടുത്ത് പറയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കണ്ടസ്റ്റന്റ് മറ്റൊരു കണ്ടസ്റ്റന്റിനെ കൊണ്ട് അണ്ടർവെയർ എന്ന രീതിയിൽ വാക്കെടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അണ്ടർവെയർ കഴിവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ പേഴ്സണൽ വസ്ത്രങ്ങൾ നമ്മൾ തന്നെ സ്വയം കഴുകണമെന്ന് നമ്മൾ വളരെ കുട്ടിക്കാലം മുതലേ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ കഴിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇത്തരം ജനങ്ങൾ കാണുന്ന ഒരു പരിപാടി. പ്രത്യേകിച്ച് ലൈവ് കണ്ട ആർക്കും ആ വിഷയത്തെ പറ്റി അറിയില്ലെന്നു ജാൻമണി പറയുമ്പോഴാണ് അറിയുന്നത്. ജാൻമണി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ക്യാമറ നോക്കിയാൽ കാണാം. അപ്പൊ ജാൻമണി ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഗബ്രി ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഗബ്രി അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര തെറ്റായി പോയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും നമ്മൾ പേഴ്സണലി വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം, ഒരു വീടാണ്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, അതെനിക്ക് പേഴ്സണലി എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ രണ്ടുപേർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു കുഴപ്പമുള്ള ഒരു വിഷയം ആകുന്നത് ഭയങ്കര പേഴ്സണൽ ആയിരിക്കുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളോ മറ്റാൾക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പേഴ്സണലി പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് ആർക്കൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും അത് ജാൻമണി കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, അവിടെ ഈ ഒരു വിഷയം വന്ന സമയത്ത് ജാൻമണി കുറച്ചധികം ഓവറായിട്ട് റിയാക്ട് ചെയ്തായിരുന്നു. അത് ഞാനും പറയുന്നു, ഓവറായിട്ട് റിയാക്ട് ചെയ്തു. ഭയങ്കരമായിട്ട് കടന്ന് അലറി വിളിച്ചിട്ടാണ് റിയാക്ട് ചെയ്തത്. റിയാക്ട് ചെയ്യുന്നതിനിടയിൽ ജാൻമണി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ഇത് സെലിബ്രിറ്റീസ്, എൻ്റെ സെലിബ്രിറ്റി സുഹൃത്തുക്കൾ കാണുന്നതാണ്, താനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് തന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. മാത്രമല്ല ഈ ഒരു തരം ഒരു കലഹം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അല്ല, ഒന്നാമത്തെ കേസ് ഈ ട്രാൻസ്ജെൻഡർ കാർഡ് എന്നുള്ളത് പൊതുവിലെ അത്തരം കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ മുൻപ് മറ്റു ഭാഷകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നാദിറ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ടി വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം ഒന്നാമത്തെ കേസ് ജെൻഡർ എന്നുള്ള വിഷയത്തിൽ നമുക്ക് ജെൻഡറിന്റെ സബ്ജക്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയം സംസാരിക്കും. കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ ഇതൊരു അവസരം കൂടിയാണ്, നമുക്ക് ജനങ്ങളിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പം അത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ജനങ്ങളിൽ കുറച്ചും കൂടി അറിവ് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പം ജാൻമണി ഈ പറഞ്ഞ കണക്ക് ജെൻഡർ കാർഡ് ഈ വിഷയത്തിൽ ഉപയോഗിച്ചതിനോട് എനിക്ക് തീർത്തും എതിർപ്പുണ്ട്. കാരണം ഗബ്രി ഒരു കണ്ടസ്റ്റന്റ് ആണ്, ജാൻമണി ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകാം. ആ തർക്കത്തിനിടയിൽ ഒരാളെ മറ്റൊരാളെ ബ്ലെയിം ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരാളെ കാരണം ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ താനൊരു വിഷയം സംസാരിക്കുമ്പോഴോ അതിൽ തന്നെ ജെൻഡർ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചു എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. No, I am talking about myself. He's not playing with that male or female. He's playing with me. No. That he has to understand. Okay, relax. Janu, relax. Sarila. I am. You people are jumping on my head when I am saying that I am a transgender baby. I
accept it. Dude, ഞാൻ ഒറ്റ കണ്ടിട്ടില്ല. ഞാൻ blame ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവന് കളിക്കുന്ന ഗെയിം ആണിന്റെ കൂടെ അല്ല പെണ്ണിന്റെ കൂടെ അല്ല, അവന് എന്റെ കൂടെ കളിച്ച്. അത് ഫസ്റ്റ് അവനക്ക് മനസ്സിലാവണം. അണ്ടർവെയർ എഴുതാൻ പറഞ്ഞോ? ഇന്നലെ കാരണം ഒന്ന്, ഞാനൊരു എക്സ് കണ്ടസ്റ്റന്റ് ആകുന്ന സമയത്ത് എന്നെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ ആസ് എ ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ആ മത്സരം മുന്നോട്ട് പോയത്. പക്ഷേ ആ ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ എൻ്റെ കുറ്റം ഉണ്ടാവും, എനിക്ക് കുറവുകൾ ഉണ്ടാവും, എനിക്ക് പ്രശ്നം ഉണ്ടാവും, എനിക്ക് ഒരു കൈത്താങ് വേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ജെൻഡർ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. കാരണം അത് ലാൽ സാർ പോലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജെൻഡർ ഇല്ല, എല്ലാവരും ഒരുപോലെയാണെന്നുള്ളത്. അപ്പം അത്തരമൊരു വിഷയത്തിനകത്ത് വരുമ്പോഴത്തേക്ക് ജാൻമണി അതിനെ അങ്ങനെ നോക്കി കാണേണ്ടിയിരുന്നു. അതിനെ ജെൻഡർ കാർഡ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ജെൻഡറുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ലാത്തിടത്ത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ജെൻഡർ കാർഡ് ഇടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം ജനങ്ങൾക്ക് പോലും അതൊരു ചോദ്യമായിട്ട് വന്നു. കാരണം ജാൻമണി ഇപ്പോൾ ഈ വിഷയം ജെൻഡർ കാർഡ് ഉപയോഗിച്ച് പറയേണ്ടതിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ഇല്ലെങ്കിൽ അവിടെ ഒരു ലൈവായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നാളെ ആ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഒരു ബോധമുണ്ട്, ജാൻമണി അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് മുഴുവനായിട്ട് പറയുന്ന രീതിയിലായി പോകുമോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ജാൻമണി കുറ്റപ്പെടുത്തുമ്പോൾ ഈ സൊസൈറ്റീനെ അത് പ്രശ്നമായിട്ട് വന്ന് അത് അവരുടെ പുറമെയുള്ള ആളുകൾ ഇതിനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഭയം ഉള്ളിലുള്ള എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കേസ് രതീഷിന് വിഷയം വന്ന സമയത്ത്, രതീഷ് ജാൻമണി വിഷയം വന്നപ്പോൾ ഞാൻ റിയാക്ട് ചെയ്ത ഒരാളാണ്. അവിടെ റിയാക്ട് ചെയ്ത ട്രാൻസ്ജെൻഡർ ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ ഭയങ്കര പ്രൗഡായിട്ടാണ്, ഇല്ലെങ്കിൽ അതൊരു ഒരു തരത്തിൽ സാമൂഹിക വിഷയമായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് ജെൻഡർ ബേസ്ഡ് വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്ത് ഞാൻ ജാൻമണി സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ ഇതിനെനിക്ക് ജാൻമണി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു തരത്തിൽ നിർവാഹമില്ല. കാരണം ജാൻമണി ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ആരോഗ്യപരമായിട്ട് നിയന്ത്രിക്കാനോ ഇല്ലെങ്കിൽ നേരിടാനോ ജാൻമണിക്ക് സാധിക്കണം. അത് സാധിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ജാൻമണി സംസാരിക്കുന്നിടയിൽ ഗബ്രിനെ ആണും പെണ്ണും കെട്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചായിട്ട് ഞാൻ പലയിടങ്ങളിലും കണ്ടു. ലൈവ് ഞാൻ ശ്രദ്ധിച്ചു വയ്ക്കുമ്പോൾ മ്യൂട്ടായിരുന്നു. പലരും അതിനെ ഒരു പോസ്റ്റർ ആക്കിയിട്ടൊക്കെ ഇട്ടിരുന്നു. ഞാനത് ഷെയർ ചെയ്യാം. അപ്പം അങ്ങനത്തെ പ്രസ്താവനകൾ ജാൻമണി ഇറക്കിയിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം ഞങ്ങൾ വളരെ കാലമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, പ്രത്യേകിച്ച് ഇത്തരം വാക്കുകൾ ഞാനത് തെറിയായിട്ടാണ് എന്നെ കാണുന്നത്. എപ്പോഴും അങ്ങനെ ആണും പെണ്ണും കെട്ട എന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത് എനിക്കൊരു തെറിയായിട്ടാണ് പലപ്പോഴും എൻ്റെ കാതുകളിൽ എത്തുന്നത്. മാത്രമല്ല, ഇതൊരു മോശമായ രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനായിട്ട് നിൽക്കുന്ന ജാൻമണി പറയുമ്പോൾ അത് ഭയങ്കര മോശമായി പോയി എന്നെനിക്ക് ജാൻമണിയോട് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളാണ് അത് പഠിപ്പിക്കേണ്ടത് മറ്റുള്ളവരെ. തെറ്റായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പഠിപ്പിക്കണം. എനിക്ക് തോന്നുന്നു എൻ്റെ സീസൺ അഖിൽ മായറുടെ സാഗറിനെ സംസാരിച്ചപ്പോൾ ഒരു മോർണിംഗ് ടാസ്കിൽ ഞാൻ വളരെ വിശദമായിട്ട് ആ വിഷയത്തെ പഠിപ്പിച്ചു കൊടുത്തു. കാരണം നമുക്കത് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളുപരി ഒരു 3.5 കോടി ജനങ്ങളിലേക്ക് എത്തിച്ച് അതൊരു എഡ്യൂക്കേഷനായിട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഞാനത് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ജാൻമണി തന്നെ അത് ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കര മോശമായി പോയി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി എന്നല്ല, ആരും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്ട്രീം ലക്ഷ്യം എന്നുള്ളത്. അപ്പം അങ്ങനെ ജാൻമണി സംസാരിച്ചതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പുണ്ട്. മാത്രമല്ല, ജാൻമണി പറഞ്ഞ മറ്റൊരു കാര്യം, തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കാണുന്നത്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ മാത്രമല്ല ജാൻമണി, ഞങ്ങൾ കുറച്ചധികം ആളുകൾ ഇവിടെ ഇരുന്ന് ജാൻമണിയെ ഇഷ്ടപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ട്. ഞങ്ങളോടും കൂടി ആ കടപ്പാടുണ്ട് ജാൻമണിക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് കുറച്ചും കൂടി നീതി പുലർത്താൻ ശ്രമിക്കാമായിരുന്നു. തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളിനോട് മാത്രമല്ല ആ കടപ്പാട് ഉണ്ടാകേണ്ടത്, പറഞ്ഞ എല്ലാവരോടും ആ കടപ്പാട് കാണിക്കണമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, കുറച്ചധികം ഓവർ റിയാക്ഷൻ ജാൻമണിയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ജാൻമണി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനൊരു റിവ്യൂവർ സംസാരിക്കുകയാണ്, നാദർ സംസാരിക്കുകയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ജാൻമണി എന്ന കണ്ടസ്റ്റന്റിനോട് സംസാരിക്കുമ്പോൾ ജാൻമണി ഭയങ്കര ഡൊമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. എന്താ അധികാരഭാവത്തോടു കൂടി താൻ അത് ചെയ്യും, താൻ ഇത് ചെയ്യും, താനും മറ്റേ ചെയ്യുന്ന പറയുന്ന ഒരു അധികാരഭാവം. എനിക്ക് തുടക്കത്തെ ആഴ്ച പവർ റൂം കിട്ടിയതിന് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. തനിക്കൊരു അധികാരമുണ്ടെങ്കിൽ ആ വീട്ടിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിലേക്ക് ജാൻമണി എത്തി. ജാൻമണി കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് ആളുകളെ കൊണ്ട് തന്നെ ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻഡയറക്റ്റ്ലി. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ
സംസാരിക്കുന്നുണ്ട് മാത്രമല്ല തനിക്ക് അവിടെ പവർ ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ജാൻമണി എത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ജാൻമണി എല്ലാവരെ കൊണ്ട് ഡൊമിനേറ്റഡ് ഒരു തനിക്കൊരു അധികാരം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു രീതിയിൽ അവിടെ നിലനിൽക്കാമെന്ന ആഗ്രഹം ജാൻമണിയിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഇതിനെ ഭയങ്കരമായിട്ട് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. ജാൻമണി എന്തെങ്കിലും പറയുമ്പോൾ അയ്യോ ജാൻമണി ഇത് പറയല്ലേ, ജാൻമണി വായിന്ന് വന്ന വാക്ക്, ജാൻമണിക്ക് പനിയല്ലേ, ജാൻമണിക്ക് തൊണ്ട വയ്യല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കല്ല. എനിക്ക് എനിക്ക് കിട്ടിയൊരു മെസ്സേജിൽ പറയുന്നത് നാദര കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റി റിയാക്ഷൻ ആണ് ജാൻമണിയെ എന്ന കണ്ടസ്റ്റന്റിന് അകത്തിരിക്കുന്ന ആർക്കൊന്നും പറയാൻ പറ്റാത്ത. കാരണം നാദരയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതേ സപ്പോർട്ട് ജാൻമണിക്ക് ഉണ്ടാകും. ജാൻമണി എന്തെങ്കിലും പറഞ്ഞ ഈ സമൂഹത്തിന് കൊള്ളും. ഞാനൊരു റെപ്രസെന്റേഷൻ ആയിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അത് പറയുന്നു. ജാൻമണിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വിമർശനമായിട്ട് വരില്ല. കാരണം പേഴ്സണൽ രണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് വരും. പക്ഷെ ജെൻഡർ ബേസ്ഡ് വിഷയം വരുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മുമ്പ് രതീഷ് സംസാരിച്ച പോലത്തെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും അതൊരു പക്ഷേ റിയാക്ഷൻ ആയിട്ട് വന്നേക്കാം. അതിനപ്പുറത്തേക്ക് ഒരു കണ്ടസ്റ്റൻസ് തമ്മിൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് അത് അവർ തന്നെ റെസ്പോൺസിബിൾ ആണ്. ഒരു പക്ഷേ അഭിപ്രായങ്ങൾ നമ്മൾ പുറത്തിരുന്ന് പറഞ്ഞേക്കാം. അത് ടോട്ടലി ഉള്ള ഒരു അഭിപ്രായത്തിന് അപ്പുറത്ത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞേക്കാം. അല്ലാതെ ഇത് കമ്മ്യൂണിറ്റി വിഷയങ്ങൾ ഉണ്ടാകുന്ന സബ്ജക്റ്റുകൾ ഉണ്ട് കേട്ടോ. അത് വേറൊരു തരത്തിൽ ഞാൻ രതീഷിന്റെ വിഷയമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള വിഷയമാണ്. അല്ലാത്ത കുറച്ച് പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രണ്ട് കണ്ടസ്റ്റന്റ് തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം പിന്നെ ജാൻമണി കുറച്ചധികം ഓവർ റിയാക്ഷൻ ആയിട്ട് സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ ഇനി അകത്തിരിക്കുന്നവർ എന്തെങ്കിലും അവസരങ്ങൾ ജാൻമണിയുടെ ഭാഗത്തുനിന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഇനി വലിയ രീതിയിൽ റിയാക്ട് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. മേ ബി നമുക്കറിയാലോ, ചില സിനിമാക്കാർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തിറങ്ങി ഈ ഒരു സിനിമ കിട്ടിയാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ തോന്നൽ എല്ലാവർക്കും ഉണ്ടാകാം. അപ്പം അങ്ങനത്തെ ഒരു തോന്നലിന്റെ പേരിലാണോ കൂടെ ഇരിക്കുന്ന മറ്റു മത്സരാർത്ഥികൾ ജാൻമണിയോട് അധികം സോഫ്റ്റ് കോണായിട്ട് പാമ്പർ ചെയ്ത് മാത്രം സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ സംസാരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തുടക്കം അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നെ അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മത്സരമാണ്, മത്സര ബുദ്ധിയോടുകൂടി തന്നെ കളിക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ഒന്നും അങ്ങനത്തെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ജാൻമണിയോട് റിയാക്ട് ചെയ്യുന്നില്ല. ജാൻമണി ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്നുണ്ട്. അത്തരം പാമ്പറിങ് വേണ്ടായിരുന്നു എന്നാണ് ആസ് എ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒരുപോലെ ചോദിച്ചിട്ടുള്ള വിഷയമാണ്, ജാൻമണിയെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിറ്റി വിമർശനങ്ങൾ ഉണ്ടാകുമോ? അത് ജെൻഡർ ബേസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ റിയാക്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടസ്റ്റന്റ് നടത്തുന്ന ആരോപണങ്ങളാണെങ്കിൽ അത് അതിനങ്ങനെ ആരോഗ്യപരമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ജാൻമണിയുടെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റിനോട് അങ്ങേറ്റം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു വിഷയം കൂടി പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ജാൻമണി ഒരു ജെൻഡർ കാർഡ് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഒരു വിക്ടം കാർഡ് കൂടി നോക്കണമല്ലോ. നോറ എന്നൊരു കണ്ടസ്റ്റന്റ് അവിടെ ഭയങ്കരമായിട്ട് വിക്ടം കാർഡ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. കാരണം നോറ തന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, തന്നെ കൊണ്ട് താൻ ടാർഗറ്റ് ചെയ്യുന്നു, തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിക്ടം കാർഡ് കളിക്കുന്നുണ്ട്. ഇതൊരു മത്സരമല്ലേ? മത്സരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കാണാൻ നോറയും കൂടെ മനസ്സിലാക്കണം. കാരണം നോറയ്ക്ക് ഈ പറഞ്ഞ കണക്ക് നോറ മത്സരാർത്ഥിയാകുമ്പോൾ നോറയെ കൊണ്ട് ചിലപ്പം ഈ പറഞ്ഞ കണക്ക് ടാസ്കുകൾ ചെയ്യിപ്പിച്ചേക്കാം, കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനൊരു വിക്ടിം കാർഡ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേഷൻ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ സംസാരിക്കാം. അപ്പം നോറയുടെ ഈ കാര്യം കൂടി എനിക്ക് ഈ ജാൻമണിയുടെ ഒരു ജെൻഡർ കാർഡ് എന്ന് പറഞ്ഞപ്പോൾ നോറയുടെ വിക്ടിം കാർഡും കൂടി പറയേണ്ടതായിട്ട് വന്നു. അപ്പം എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ചെയ്യുക. ബൈ.